മണ്ണിനെ സ്നേഹിക്കുന്നവർ ജീവിക്കാൻ മറന്നുപോകുന്നു. അന്നദാതാക്കളായ കർഷകരെ പരിഷ്കൃത സമൂഹം മറന്നുപോകുന്നു. ചായം കൊഴിഞ്ഞു വീണ ഈ മണ്ണ് എനിക്ക് പേടിയാ. എനിക്ക് പോകണം, എങ്ങോട്ടെങ്കിലും പോകണം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മായി. വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഈ വനഭൂമിയിലേക്ക് വന്നപ്പോഴും ഹൃദയം പറിച്ചിറങ്ങി വന്നവരല്ലേ നമ്മൾ. ഇനി വയ്യ. ജന്മാന്തരങ്ങളായി മരുപ്പച്ച തേടി അനുസ്യൂതം തുടരുമീ പ്രയാണം. മോഹങ്ങൾ വിളയുന്ന കനവിന്റെ പാടങ്ങൾ കൊയ്തെടുത്തിടാൻ പോകാം. കാണാമറയത്തെ കാണാൻ ദേശങ്ങൾ മാടി വിളിക്കുന്നു ദൂരെ. പ്രയാണം 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 പ്രയാണം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർക്കു വേണ്ടി അങ്ങു ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. സങ്കീർത്തനങ്ങൾ 44:1. 1920കളിൽ ആരംഭിച്ച കാർഷിക കുടിയേറ്റം ഒരു ജനതയുടെ അതിജീവനത്തിന്റെ വികാരസാന്ദ്രമായ ചരിത്രമാണ്. മണ്ണിനോടും കാലാവസ്ഥയോടും പ്രകൃതിയോടും രോഗങ്ങളോടും ഏറ്റുമുട്ടി മൃതിയടഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ വീരചരിത്രം. പട്ടിണിയിലും തണുപ്പിലും മലമ്പനി, കോളറ പോലുള്ള രോഗങ്ങളിലും തളരാതെ പോരാടിയ കർഷകരുടെ ആത്മീയ ജീവിതത്തിന് നട്ടെല്ലായി മാറിയ പുരോഹിതരുടെ ചരിത്രം കൂടിയാണ് മലബാർ കുടിയേറ്റം. പിറന്ന നാടിനെ പിരിഞ്ഞു പോകവേ, എരിഞ്ഞു തീരവേ, തളരാതെ കാത്തതും എന്നിലെ പ്രതീക്ഷകൾ നേടുവാൻ തുടരുവാൻ ഒരു മതം പെരുമയിൽ നേരുമായി പോയിടാം. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ അത്ഭുത കൃത്യങ്ങളും നമ്മൾ ഭാവി തലമുറയെ അറിയിക്കണം. സങ്കീർത്തനങ്ങൾ 78:4. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇച്ചായം മരിച്ചത് പിന്നെ ഇങ്ങനാ, തനിച്ച നിർബന്ധമായിരുന്നു. സന്ധ്യാമണി അടിച്ചാൽ കൊന്തമണി കയ്യിലെടുത്തൊരു വിളിയാ, എടിയേ എടി അന്നാമ്മേ, കുരിശു വരയ്ക്കണ്ടേ, വന്നില്ലെങ്കിൽ പിന്നെ പോകില. വരും. ഞാനും കുഞ്ഞമ്മയും മാത്തച്ഛനും ത്രേസ്യാമ്മയും ലിസിയമ്മയും മക്കളെല്ലാം പാട്ടുപാടി പ്രാർത്ഥിച്ച് സ്തുതിയും കൊടുത്ത് എന്ത് സന്തോഷമായിരുന്നു. ഇല്ല, ആരുമില്ല. ഇച്ചായം പോയി. മക്കളെല്ലാം പല വഴിക്കായി. തനിച്ചല്ല, എല്ലാവരും ഇവിടെയൊക്കെയുള്ള മാതിരി. ഇന്നലെയും അവൾ വിളിച്ചു, ഇളയവളെ
ലൂസി, കാനഡയ്ക്ക് പോരണമെന്ന് തനിച്ചിരുന്ന് അമ്മച്ചി മടുത്തില്ലേന്ന്? കാനഡയ്ക്ക് എന്റെ ഇച്ഛായൻ ഉറങ്ങുന്ന ഈ മണ്ണുപേക്ഷിച്ച്, എന്റെ കൂട്ടുകാരുറങ്ങുന്ന ഈ മണ്ണുപേക്ഷിച്ച്, മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയ ഈ കൃഷി വിട്ടെറിഞ്ഞ് കാനഡയ്ക്ക് വരണമെന്ന്? അല്ല, പറഞ്ഞിട്ടെന്താ? വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഈ വനഭൂമിയിലേക്ക് വന്നപ്പോഴും ഹൃദയം പറിച്ചിറങ്ങി വന്നവരല്ലേ നമ്മൾ. ഇനി വയ്യ. ഞാൻ പറഞ്ഞു, ഞാനില്ലാന്ന്, ഇവിടെ കിടന്ന് മരിച്ചോളാന്ന്. എന്റെ ഇച്ഛായന്റെ അടുത്തേ, ഈ പുണ്യഭൂമിയിൽ. ആയിരത്തി 1940 തുടക്കം. രണ്ടാം ലോകമഹായുദ്ധം തിരുവിതാംകൂറിലും പട്ടിണിയുടെ വിത്തെറിഞ്ഞു. ആരോ പറഞ്ഞറിഞ്ഞ് മലബാറിന്റെ കനകം വിളയുന്ന മണ്ണ് തേടി കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് മക്കളെ ഒക്കത്തെടുത്ത് അവർ ഇവിടെ നടന്നു വന്നു. പണിയായുധങ്ങളും ഉടുതുണിയും മാത്രം കൈമുതലായി നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത സ്ഥലികളിലേക്ക് അളവറ്റ് പറക്കും പക്ഷി കണക്ക് കൂട്ടം കൂട്ടമായി അവരെത്തി. എന്റെ അച്ചാച്ചേ, ഇതെന്നാ കാടാണേ? കണ്ടിട്ട് പേടിയാകുന്നു. വല്ല പുലിയും കടുവയും പിടിച്ചു തിന്നുവെന്നാ പേടി. അമ്മച്ചി, വലിയ പാറകൾ. നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു. മാതാവല്ലേ മോളെ നമുക്ക് കൂട്ട്. ഒന്നും പേടിക്കണ്ട നീ. കടുവ വന്നാലും പുലി വന്നാലും ദാ ഈ തൂമ്പാട മാടുകൊണ്ടൊരു കൊട്ട്. അല്ല പിന്നെ വെറുതെ വീമ്പ് പറയാതിച്ചായ. എവിടെയാ ഈ പറഞ്ഞ സ്ഥലം? നടന്നു മടുത്തല്ലോ. ദാ അങ്ങ് ദൂരെ കാണുന്നതാ വെള്ളരിമല. വെള്ളരിമലയുടെ കിഴക്കേ ചെരുവില് ഒരു പുഴയുണ്ട്. ആ പുഴ കടന്ന് നേരെ ചെല്ലുന്നതാ നമ്മുടെ സ്ഥലം. അറിഞ്ഞോ അറിയാതെയോ ഹരിത വിപ്ലവത്തിന്റെ ബലിവേദികളിലെ ബലിയാടുകളായി അവർ നടന്നു നീങ്ങി. തിരുവിതാംകൂറിലെ കോട്ടയം പ്രദേശത്തു നിന്ന് ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് അന്ത്യയാത്ര പറഞ്ഞ് ഉപസാരിച്ച് അന്ത്യകുദാശകൾ പോലും സ്വീകരിച്ച് അവർ ഹരിത വിപ്ലവത്തിന്റെ രണാങ്കണത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഹോയ് 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 ഹോയ്, നടക്കാളെ, നടക്കാളെ. എന്ത് കാളയത്? നിങ്ങള് പരിചയമില്ലാത്ത ആൾക്കാരാന്ന്. അതാ കാള നടക്കാത്തെ. ആ നടക്ക്. ഹോയ് 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 ഹോയ്. കാളവണ്ടിയിലും തോണിയിലും കരിവണ്ടിയിലും അവർ കോഴിക്കോടും താമരശ്ശേരിയിലും അടിവാരത്തും മുക്കത്തുമെല്ലാം എത്തി. വലിയ പുഴയും മാമരങ്ങളും കണ്ട് കുഞ്ഞുങ്ങൾ നിലവിളിച്ചു. അഭൗമ ശബ്ദങ്ങളുടെ ചെറുകടികളിൽ ആ പാവങ്ങൾ പകച്ചു നിന്നു. പക്ഷേ അവർ തളർന്നില്ല. അവരുടെ സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര തുടർന്നു.
കളിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞു. പക്ഷേ അവരെ എതിരേറ്റത് കാട്ടുമൃഗങ്ങളായിരുന്നു. കുഞ്ഞേ, പാപ്പി, ആന ഇറങ്ങിയിട്ടുണ്ട്. തിരുവമ്പാടിയിൽ കറ്റ്യാട് പ്രദേശത്തായി 16 കുടുംബങ്ങളുടെ കൂരകളാണ് ഒറ്റ രാത്രി കൊണ്ട് ആന നശിപ്പിച്ചത്. പുന്നക്കൽ ഒരു ഗർഭിണിയെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ ചുഴറ്റുന്ന മണ്ണെണ്ണത്തിരികളുടെ വെളിച്ചത്തിൽ അവർ സ്വപ്നം കണ്ടു. ചിലപ്പോൾ നിരാശരായി. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ വനാന്തരങ്ങളെ പേടിച്ചു തുടങ്ങിയിരുന്നു. എടീ പെണ്ണെ, നീ എങ്ങോട്ടോടി പോകാനാ? എല്ലാം വിറ്റ് പെറുക്കിയല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. ഓർമ്മകളുടെ ഭാണ്ഡം ജീവിതത്തിന്റെ കനം കൂട്ടാനേ കൊള്ളു പെണ്ണെ, കനം കൂട്ടാനേ കൊള്ളു. ഞാനോ പോയി. എന്നാലും മക്കളില്ലേ നിനക്ക്? അവർക്ക് വേണ്ടി തനിയെ നടക്കാൻ പഠിക്കണം. പതിയെ നടന്ന് നടന്ന് നടക്കാൻ പഠിക്കണം. പക്ഷേ വിധിയുടെ വിളയാട്ടം വസൂരിയും മലമ്പനിയുമായി അവരെ പിടികൂടി. മലബാറിന്റെ മലഞ്ചിരുവിൽ വസൂരിയുടെ വിഷപുഷ്പങ്ങൾ വിരിഞ്ഞുപൊട്ടി. ആ മണവും പേറി കിഴക്കൻ കാറ്റ് മല കയറി ഇറങ്ങി നടന്നു. സ്വപ്നങ്ങൾ മലമ്പനി പിടിച്ച് മരണം കാത്തുകിടന്നു. വേനലിന്റെ രാത്രികളിൽ പണ്ടാര ശവങ്ങൾ ചുമന്നുകൊണ്ട് മഠപതികൾ നടന്നു നീങ്ങി. അവരുടെ മുഖങ്ങളിൽ വസൂരിക്കലയുടെ മേടും പള്ളവും ഉണ്ടായിരുന്നു. മരണത്തിന്റെ ഛലം തടിച്ച് വസൂരിക്കുഞ്ഞുങ്ങൾ അവിടെയും ഇവിടെയും ഓടി നടന്നു. രോഗികളെയും മൃതദേഹങ്ങളെയും ചാക്ക് കീറിയുണ്ടാക്കിയ മഞ്ചലിൽ അവർ ചുമന്നു. ചാപ്പന്തോട്ടത്ത് ശ്രാട്ടേലാശാന്റെ 2 മക്കളെ കടുവ കൊന്നു. അയ്മനംകാരൻ ഔസേപ്പിന്റെ 2 മക്കൾ തലേന്നും പിറ്റേന്നുമായി മരിച്ചു. അപ്പനും അമ്മയും ചേർന്ന് 2 മരച്ചുവീടുകളിൽ അവർക്ക് കുഴിവെട്ടി കണ്ണീർ പൂക്കളർപ്പിച്ചു. തൊട്ടുപുറകെ അമ്മയും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് യാത്രയായി. ചിലർ മലവെള്ളത്തിൽ ഒലിച്ചുപോയി. മരുതോങ്കരയിൽ സിറിയക് മഹാപിള്ളയുടെ ഭാര്യയും കുട്ടിയും പ്രസവത്തോടെ മരിച്ചു. വിലങ്ങാട് കൊച്ചുപറമ്പിൽ തോമാച്ചൻ 8 മക്കളെയും യുവതിയായ ഭാര്യയെയും അനാഥരാക്കി മരം വീണു മരിച്ചു. കന്നികായ്ച്ച ചക്ക പുഴുങ്ങി തോട്ടുമീൻ കറിയും വെച്ച് ഇച്ചായനെ കാത്തിരുന്ന മറിയാമ്മച്ചേടത്തിയും മക്കളും തുഴപോയ തോണി പോലെ ആടിയുലഞ്ഞു.
കാട്ടുചോലകളുടെ ഒറ്റയടി പാതകളിലൂടെ പുരോഹിതർ വനാന്തരങ്ങളിലെത്തി. കുർബാനയും കുമ്പസാരവുമില്ലാതെ ഇരുളടഞ്ഞു പോകുമായിരുന്ന അവരുടെ കാനന ജീവിതം പ്രതീക്ഷയുടെ പുതുമലരണിയും. കോഴിക്കോട് രൂപതയിൽ നിന്ന് മാസത്തിലൊരിക്കൽ ക്രിസ്തുവിന്റെ പുരോഹിതർ കുന്നിറങ്ങിയും ചതുപ്പുകൾ താണ്ടിയും മല കയറി വന്നു. വിശ്വാസികളും പുരോഹിതരും ക്രിസ്തുബോധത്തിന്റെ നിലാവെളിച്ചത്തിൽ സ്നേഹത്തിന്റെ വേർതിരിക്കപ്പെടാത്ത ഏകകങ്ങളായി ഉറച്ചുനിന്ന് ഈ മണ്ണിനെ സമ്പന്നമാക്കി. നഗ്നപാതരായി നടന്നു വന്ന് പുരോഹിതർ മനുഷ്യന്റെ കണ്ണീരൊപ്പുകയായിരുന്നുവെന്ന് പഴമക്കാർ. അല്ല, അത് ക്രിസ്തു തന്നെയായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചു. മലരുകളും മനുഷ്യരും തൊഴുതു നിന്ന പാതകളിലൂടെ പുരോഹിതർ സഞ്ചരിച്ച് ക്രിസ്തുവിന് നിലമൊരുക്കി. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് അച്ചോ, പക്ഷേ പനി തീർത്തങ്ങ് മാറുന്നില്ല. വിഷമിക്കേണ്ട, അച്ഛൻ ആവശ്യത്തിന് കൊയ്ന കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും തരാം. നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛാ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാമോ? എന്തു പറയാനാ തോമസ് ചേട്ടാ, നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ തന്നെയാണ് ഉള്ളത്. കഷ്ടപ്പാടിൻ്റെ വഴികൾ ക്രിസ്തുവിൻ്റെ വഴിയാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. അച്ഛൻ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ കഴിച്ചിട്ടാകാം കുർബാന. നല്ല ചണ്ടങ്കപ്പയും കാട്ടിറച്ചി ചുട്ട് കാന്താരി വെച്ച് ചതച്ചതുമുണ്ട്. ശരിയാ, വിശപ്പുണ്ട്. ചെത്തുകടവിൽ തോണി വരാൻ വൈകി. പിന്നെ ചെട്ടിയാരുടെ കടയിൽ പുട്ടും തീർന്നിരുന്നു. എന്നാലും സാരമില്ല, കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി അച്ചോ. പോരാളികൾ കരയാറില്ല. അവരുടെ ദൈവവിശ്വാസത്തിനും ദൃഢനിശ്ചയങ്ങൾക്കും മുമ്പിൽ വിധി തലകുനിച്ചു. മാരക രോഗങ്ങളുടെ മൺകുടങ്ങൾ താഴെവെച്ച് ദുരന്തങ്ങൾ പിൻവലിയാൻ തുടങ്ങിയിരുന്നു. പത്തി താഴ്ത്തി പിന്തിരിയുന്ന സർപ്പങ്ങളെ പോലെ. അവർ എങ്ങോട്ടും ഓടിപ്പോയില്ല. വസന്താരംഭത്തിൽ കഴിഞ്ഞുപോയ അവരുടെ പാതിജീവൻ കൊഴിഞ്ഞു വീണ മണ്ണിൽ നിന്ന് എങ്ങോട്ട് ഓടിപ്പോകാൻ. ഓർമ്മകളുടെ മാറാപ്പ് അവർക്ക് ഭാരമായില്ല. മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരെക്കാൾ സജീവരാണെന്ന് അവർ പതിയെ പതിയെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. സ്നേഹിക്കുന്നവരുടെ സ്വപ്നങ്ങളെ പൂരിപ്പിച്ച് പൂർത്തീകരിക്കുകയാണ് തങ്ങളുടെ ദൗത്യമെന്നവർ വിശ്വസിച്ചു. വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് മലബാറിന്റെ മലഞ്ചെരുവുകളിൽ തൈത്തങ്ങുകൾ കുരുത്തോലകൾ വീശി. പാടങ്ങൾ വിളഞ്ഞു കുനിഞ്ഞു. വിദ്യാലയങ്ങളും പള്ളികളും ഉയർന്നു. നല്ല നാളെകളെ മാടി വിളിച്ച് പള്ളിമണികൾ ഉയർന്നു. മണ്ണടിഞ്ഞവരുടെ അസ്ഥികളിൽ പുതിയ നിശാഗന്ധികൾ പൂത്തു. കപ്പവാട്ടലും പുരകെട്ടലും അവർ ആഘോഷമാക്കി. കൊയ്ത്തുത്സവങ്ങളിൽ അവർ നിറഞ്ഞാടി. കഥ നിർത്താറായി എന്നൊരു തോന്നൽ. സമയം വൈകിയ മാതിരി. ഒരു കഥ നിർത്തുന്നിടത്തു നിന്ന് മക്കൾ പുതിയ കഥ തുടങ്ങണം കേട്ടോ. ഞങ്ങളൊക്കെ അരങ്ങൊഴിയാറായി. എന്നാലും എന്നും അരങ്ങുണർന്നിരിക്കണം കേട്ടോ. പാട്ടും നൃത്തവുമൊക്കെയായി നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. ഇടയ്ക്കൊക്കെ അമ്മച്ചിയെ ഓർക്കണം കേട്ടോ. അമ്മച്ചിയെ ഓർക്കണം കേട്ടോ. കഥ ഇവിടെ നിർത്തുകയാണ്, അവസാനിച്ചതല്ല. കഥയറിയാതെ കഥാവശേഷരായി മാറുന്ന പാവം കർഷകരുടെ കഥന തുടരുകയാണ്. മണ്ണിനെ സ്നേഹിക്കുന്നവർ ജീവിക്കാൻ മറന്നുപോകുന്നു. അന്നദാതാക്കളായ കർഷകരെ പരിഷ്കൃത സമൂഹം മറന്നുപോകുന്നു. വ്യവഹാരങ്ങളിൽ കഴുത്ത് കുരുങ്ങി പിടഞ്ഞ് പിടഞ്ഞ് ഒരു ജീവിതം. സംഘടിത രാഷ്ട്രീയത്തിൻ്റെ കളികളറിയാത്ത പാവങ്ങൾ ആരുടെയൊക്കെയോ പാവനാടകങ്ങളിലെ കഥാപാത്രങ്ങളായി വിസ്മൃതിയുടെ പുകമറകൾക്കുള്ളിൽ മറഞ്ഞു പോകുമ്പോൾ മൺമറയുന്ന നന്മകളുടെ നല്ല നാളുകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പുതുതലമുറ വളർന്നു വരും. തീർച്ച.
മാറ്റി